പശുവിനെ കശാപ്പ് ചെയ്ത കേസിൽ 3 പേർക്ക് ജീവപര്യന്തവും ഓരോരുത്തർക്കും 6.08 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചിരിക്കുന്നു. ഗുജറാത്തിലാണ് പശുവിനെ കൊന്നതിന് ഇത്ര കഠിനമായ ശിക്ഷ. 100 കണക്കിന് മനുഷ്യരെ വന്യജീവികളും തെരുവുനായ്ക്കളും കൊല്ലുന്നത് തടയാത്ത പ്രാകൃത നിയമം തിരുത്താത്തവരാണ് മൃഗങ്ങളുടെ പേരിൽ മനുഷ്യരെ ആജീവനാന്തം കൂട്ടിലിടാൻ ഗോഹത്യാ നിയമങ്ങളെ രാഗിമിനുക്കി വേട്ടക്കിറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ ദൈവദൂഷണ മതനിന്ദാ നിയമങ്ങൾ ആധുനിക ലോകത്തിന് ചേർന്നതല്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കോ? ഇല്ല. ആ മനോനിലയിലേക്കാണ് ചിലർ ഈ മതേതര ജനാധിപത്യ രാജ്യത്തെയും കെട്ടിവലിക്കുന്നത്. അവർക്കത് അപമാനകരമായി തോന്നില്ല. പക്ഷെ BJP സർക്കാരുകൾ മൂർച്ച കൂട്ടിയ ഗോഹത്യ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ജനാധിപത്യത്തോടല്ല മതാധിപത്യത്തോടാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് തിരിച്ചറിയണം. ഗോഹത്യ കേസിൽ കാസിം ഹാജി സോളങ്കി, സത്താർ ഇസ്മായിൽ സോളങ്കി, അക്രം ഹാജി സോളങ്കി എന്നിവരെയാണ് ഗുജറാത്തിലെ അമ്രേലി സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2023 നവംബർ 6-ന് അമ്രേലി ജില്ലയിലെ ഗഡ്കിവാഡയിലുള്ള മുഖ്യപ്രതി അക്രം സോളങ്കിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി 40 കിലോ ബീഫ് പിടികൂടി. ഗാസിം സോളങ്കിയെ സംഭവ സ്ഥലത്ത് നിന്നും മറ്റുള്ളവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു. 2011-ൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഗുജറാത്തിൽ ഗോഹത്യക്കെതിരെ കർശന നിയമം പാസാക്കിയത്. 2017-ൽ ഭേദഗതി വരുത്തി ജീവപര്യന്തം തടവ് കൂടി ചേർത്തു. കോടതി വിധിയെ ചരിത്രപരമെന്നാണ് ഗുജറാത്ത് സർക്കാർ വക്താവ് ജിത്തു വഘാനി വിശേഷിപ്പിച്ചത്. ഗോമാതാവിനെ ഉപദ്രവിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്ന ശക്തമായ സന്ദേശമാണത് എന്ന് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘവിയും പ്രതികരിച്ചു. BJP ഭരണവും അവർ പുതുക്കിയ ഗോഹത്യാ നിയമവും പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ഇത്തരം ചരിത്രപരമായ വിധികൾ അനായാസമാണ്. പക്ഷേ ഇവരൊന്നും വിചാരിച്ചാൽ മനുഷ്യരെ നിർബാധം കൊന്നുകൊണ്ടേയിരിക്കുന്ന വന്യജീവികളെയും തെരുവ് നായ്ക്കളെയും ഒന്നും തൊടാനാകില്ല. മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു മൃഗത്തെയും വെറുതെ വിടില്ലെന്ന് പറയാൻ ഒരു അധികാരിയുമില്ല. അതിനൊന്നും സമയമില്ലാത്തവർ ഗോഹത്യ മതപരിവർത്തന നിരോധന നിയമങ്ങളിലൂടെ സർവ്വമതാശ്ലേഷിയായ രാജ്യത്തെ തങ്ങളുടെ ഇടുങ്ങിയ തൊഴുത്തുകളിൽ കെട്ടാൻ ശ്രമിക്കുകയാണ്. ഗോഹത്യയ്ക്ക് ഇത്ര കഠിന ശിക്ഷ രാജ്യത്ത് ആദ്യമായാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ മൃഗത്തെ കൊന്നതിന് ലോകത്ത് മറ്റൊരിടത്തും ആരെയും ജീവപര്യന്തം ശിക്ഷിച്ചതായി കാണുന്നില്ല. അതുകൊണ്ട് ചരിത്രപരമെന്ന് BJP നേതാക്കൾ വിശേഷിപ്പിച്ച ഈ വിധിയിലൂടെ പ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ ഇന്ത്യക്ക് ജനാധിപത്യ ലോകം കൽപ്പിക്കുക എന്നത് ചിന്തിക്കുന്നത് നല്ലതാണ്. സംസ്കാരം എന്നത് മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണെന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ വർഗീയമുക്തവും ജനാധിപത്യപരവും സാമ്പത്തികമായി വളർത്തിയെടുക്കാനും ശ്രമിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. പരിഷ്കൃത ലോകത്തിനു മുന്നിൽ നമ്മുടെ നാടിനെ ശിരസ്സുയർത്തി നിർത്തിയ ആ ഭരണാധികാരിയുടെ ജന്മദിനമായ ഇന്ന് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ കെടുത്തുന്ന ശ്രമങ്ങളാണ് നിർഭാഗ്യവശാൽ കാണേണ്ടി വരുന്നത്. യുക്തിബോധവും പരിഷ്കൃത ചിന്തയും അനുവദിച്ചാലും ഇല്ലെങ്കിലും ഇതര മതസ്ഥരുടെ വികാരങ്ങളെ മാനിക്കുന്നത് പരസ്പര ബഹുമാനമാണ്. ഗോഹത്യ നിരോധിച്ചിരിക്കുന്നിടത്ത് നാം നിയമം മാനിക്കണം. പക്ഷെ അത് മാനിക്കാത്തവർക്കുള്ള ശിക്ഷാരീതികൾ ആധുനിക ലോകത്തെ അപഹസിക്കുന്നതാകരുത്. മോഷ്ടിക്കുന്നവരുടെ കൈ വെട്ടുകയും നോട്ടം കൊണ്ട് സ്ത്രീകളെ അപമാനിച്ചാൽ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞ് കൊല്ലുകയും മതനിന്ദയ്ക്ക് തലയിറക്കുകയും ഒക്കെ ചെയ്യുന്ന ശിക്ഷാവിധികൾ ഹമ്മുറാബിയുടെ കാലത്ത് മാത്രമല്ല ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത്തരം നിയമങ്ങൾ എവിടെയൊക്കെയാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് നാം മറക്കരുത്. അവരോട് താതാത്മ്യപ്പെടുകയും അരുത്.